മാറുന്ന ലോകക്രമത്തിൽ ഓരോ നൂറ്റാണ്ടിൻ്റെയും ഗതിവിധികൾ വായിക്കുമ്പോൾ നമ്മിൽ പലർക്കും ആ മാറ്റങ്ങളെ അനുഭവിക്കുവാനോ കണ്ടറിയുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതാ നാം ജീവിക്കുന്ന ഈ കാലയളവിലും ലോകക്രമത്തിൻ്റെ അതിശക്തമായ മാറ്റത്തെ നാം കാണാനും അനുഭവിക്കാനും പോവുകയാണ്. അമേരിക്ക മാത്രം നിയന്ത്രിച്ചിരുന്ന ഏകധ്രുവ ലോകക്രമം ഇതാ അകാല ചരമം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോളർ തകർന്ന് പകരം യുവാൻ കരുത്താർജിക്കുകയാണ്. അമേരിക്ക തകരുന്നു, പകരം റഷ്യ, ചൈന എന്നീ രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലുള്ള ദ്വിരാഷ്ട്ര ലോകക്രമം ഇവിടെ വരാൻ പോവുകയാണ്. ഈ ലോകക്രമത്തിൽ അത്ഭുതത്തോടെ നാം നോക്കിക്കാണേണ്ട രാജ്യവും സാഹചര്യവുമാണ് ഇറാൻ. ഒരു രാഷ്ട്രത്തെ വർഷങ്ങളായി കടുത്ത ഉപരോധ പൂട്ടിൽ അനങ്ങാൻ കഴിയാതെ ബന്ധസ്ഥനാക്കിയിട്ടും ആ രാഷ്ട്രം ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ടെക്നോളജി ആർജിച്ചെടുത്തു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ദിവസങ്ങൾക്കകം ആക്രമിച്ച് കീഴ്പ്പെടുത്തി വരുതിയിൽ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ അക്രമിയായ അമേരിക്ക ഇന്ന് ചർച്ചകൾക്കായി ഇറാൻ ഒന്ന് ഇരുന്നു തരണമെന്ന് യാചിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റമാണ്. 3 രാഷ്ട്രങ്ങൾ പുതിയ ലോകക്രമത്തിൽ നിർണായകമാകും: റഷ്യ, ചൈന, ഇറാൻ. ഇതിൽ ചൈന സാമ്പത്തിക ശക്തിയായി തല ഉയർത്തി നിൽക്കും. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ചെറുക്കാൻ ഈ 3 രാജ്യങ്ങൾ ഒരു അനൗദ്യോഗിക സഖ്യം ഇവിടെ രൂപപ്പെടുത്തി നിൽക്കുകയാണ്. പുതിയ ലോകക്രമത്തിൽ ഇവർ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വ്യക്തമായി വിഭജിച്ചിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളും ഓരോ ഉത്തരവാദിത്തങ്ങളാണ് ഇതുവഴി നിർവഹിക്കുക. ഇതിൽ ചൈനയുടെ പങ്ക് നമുക്ക് ആദ്യം പരിശോധിക്കാം. ചൈന ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ പുതിയ എഞ്ചിനായി നിലകൊള്ളും എന്നതാണ് ഇതിലേറ്റവും നിർണായകം. ഡോളറിന് പകരമുള്ള പുതിയ സാമ്പത്തിക ഇടപാടുകൾക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ചൈന നേതൃത്വം നൽകും. മുൻപ് അമേരിക്കയെ ആശ്രയിച്ചിരുന്നത് എന്തിനായിരുന്നുവോ, അതോ എന്തൊക്കെ ഘടകമായിരുന്നുവോ ആ ഘടകമെല്ലാം ഇന്ന് ചൈന ആർജിച്ചെടുത്തിരിക്കുകയാണ്. അതിലൊന്നാണ് തദ്ദേശീയ നാണയങ്ങളിലെ വ്യാപാരം, ഡീ ഡോളറൈസേഷൻ. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന് അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് കറൻസിയായ യുവാൻ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളുടെ കറൻസികൾ ഉപയോഗിക്കാൻ ചൈന പ്രോത്സാഹിപ്പിക്കുന്നു. ഉദാഹരണത്തിന് റഷ്യയുമായുള്ള വ്യാപാരം ഇപ്പോൾ ഭൂരിഭാഗവും യുവാനിലും റൂബിളിലുമൊക്കെയാണ്. മറ്റൊന്നാണ് സിപ്സ് അഥവാ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ആഗോള പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിന് ബദലായി ചൈന സ്വന്തമായി വികസിപ്പിച്ച ക്രോസ് ബോർഡർ ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം അഥവാ സിപ്സ് വ്യാപകമാക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇത് ഉപരോധങ്ങൾ മറികടക്കാൻ രാജ്യങ്ങളെ സഹായിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയാണ് മറ്റൊന്ന്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വികസ്വര രാഷ്ട്രങ്ങൾക്ക് തുറമുഖങ്ങൾ, റെയിൽവേ, റോഡുകൾ എന്നിവ നിർമ്മിക്കാൻ വൻതോതിൽ വായ്പകൾ നൽകി അവരെ ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയോട് ചേർത്ത് നിർത്തുന്ന പദ്ധതിയാണിത്. മറ്റൊന്നാണ് സ്വർണ്ണ ശേഖരണം. ഡോളറിനെതിരെയുള്ള കരുതൽ ധനമായി ചൈനീസ് സെൻട്രൽ ബാങ്ക് വലിയ തോതിൽ സ്വർണം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ചൈന അവരുടെ നിർണായകമായ സ്വാധീനമുണ്ടാക്കും. ഇനി റഷ്യ ഇതിൽ എന്ത് പങ്കാണ് വഹിക്കുക എന്നതാണ്. ഊർജ സുരക്ഷയുടെയും സൈനിക സഹകരണത്തിൻ്റെയും ചുമതല റഷ്യക്കായിരിക്കും. യൂറോപ്പിലും ആഫ്രിക്കയിലും പാശ്ചാത്യ സൈനിക നീക്കങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന കവചമായി റഷ്യ നിലകൊള്ളും. തന്ത്രപരമായ സൈനിക നീക്കങ്ങളും മറ്റും റഷ്യ ഉറപ്പാക്കും. റഷ്യ തങ്ങളുടെ പ്രകൃതി വിഭവങ്ങളും സൈനിക ശേഷിയുമാണ് വിലപേശലിനായി ഇതിനായി ഉപയോഗിക്കുന്നത്. യൂറോപ്പ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തങ്ങളുടെ എണ്ണയും പ്രകൃതിവാതകവും വലിയ വിലക്കിഴിവിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, പ്രധാനമായും ചൈനക്കും ഇന്ത്യക്കും നൽകി റഷ്യ പുതിയ വിപണി കണ്ടെത്തിയിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ എണ്ണക്കപ്പലുകളുടെ വലിയ ശൃംഖല തന്നെ റഷ്യ ഇതിനായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒപ്പം തന്നെ ആഫ്രിക്കയിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇടപെടലുകളും ശ്രദ്ധേയമാണ്. മാലി, നൈജർ, ബുർക്കിനഫാസോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഫ്രഞ്ച്, അമേരിക്കൻ സൈന്യങ്ങളെ പുറത്താക്കാൻ റഷ്യൻ വാഗ്നർ ഗ്രൂപ്പ് അഥവാ ഇപ്പോൾ ആഫ്രിക്ക കോപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനിക സഖ്യം സഹായിച്ചിട്ടുണ്ട്. പകരം ഈ രാജ്യങ്ങളിലെ സ്വർണം, യുറേനിയം ഖനികളുടെ നിയന്ത്രണം എന്നിവ റഷ്യക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, മാലിയിൽ നിന്ന് റഷ്യ സൈനികമായ പിന്മാറ്റം ആരംഭിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത. അതിൽ സാങ്കേതികമായ പല പ്രശ്നങ്ങളുമുണ്ട് എങ്കിൽ പോലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റഷ്യയുടെ സാന്നിധ്യം ഇപ്പോഴും വളരെ ശക്തമാണ് എന്നത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ കൈമാറ്റമാണ്
ഇനി മറ്റൊന്നുള്ളത്. ഇറാനും ഉത്തര കൊറിയക്കും ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യകളും നൽകി അവരെ സൈനികമായി കൂടുതൽ ശക്തരാക്കാൻ റഷ്യ സഹായിക്കുന്നു എന്നതാണ്. അത്തരത്തിലൊക്കെ റഷ്യ ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൈനികമായ ഇടപെടലിൻ്റെ മറ്റൊരു പങ്കാണ് ഉത്തര കൊറിയ ഉക്രൈൻ യുദ്ധത്തിൽ 10,000-ഓളം സൈനികരെ റഷ്യയിലേക്ക് അയച്ചു എന്നതും. ഏറ്റവും പുതിയ ഈ വാർത്ത നേരിട്ട് റഷ്യയിലേക്കൊരു റോഡ് ഉത്തര കൊറിയയും റഷ്യയും പണിയാൻ പോകുന്നു എന്നൊരു വാർത്ത കൂടി അടുത്തതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സൈനികമായിട്ടുള്ള ഒരു നേതൃത്വം റഷ്യ നിർവഹിക്കുമെന്നാണ്. മൂന്നാമത്തത് ഇറാന്റെ പങ്കാണ്. ഈ ചൈനയും റഷ്യയും വലിയ ശക്തികളാണ്. റഷ്യ സൈനികമായിട്ടാണെങ്കിൽ ചൈന സൈനികവും സാമ്പത്തികവുമായിട്ട് ശക്തിയാണ്. പക്ഷേ ഇറാൻ ഉപരോധത്താൽ പൊറുതിമുട്ടുന്നു. എന്നാൽ ടെക്നിക്കലി വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇതിലാണ് ഈ രണ്ട് കക്ഷികൾക്കും ചെയ്യാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇറാൻ ചെയ്യുന്നത്. അതെന്താണെന്ന് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനത്തെ തടഞ്ഞു നിർത്തുകയും ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപരമായ വാണിജ്യപാതകളിൽ നിർണായക സ്വാധീനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇറാന്റെ പ്രധാനമായ ഉത്തരവാദിത്വം. അതിൽ ഹോർമുസ് ഉണ്ട്, റെഡ് സീയിലെ ബാബൽ മന്ദബുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൊരു പരിധിവരെ ഈ യുദ്ധത്തോടെ ഇറാൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഇപ്പോൾ പന്ത് ഇറാന്റെ കോട്ടിലാണ്. നേരിട്ടുള്ളൊരു യുദ്ധത്തിന് പകരം യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് അസിമെട്രിക് വാർഫെയർ ഉപയോഗിച്ചാണ് ഇറാൻ തങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് അഥവാ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ മിലീഷ്യകൾ, സായുധ സംഘങ്ങൾ, ഫലസ്തീനിലെ ഹമാസ് എന്നിവർക്ക് സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകി ഇസ്രയേലിനെയും അമേരിക്കയും നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തന്ത്രങ്ങളൊക്കെ ഇവിടെ ഇറാൻ രൂപീകരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ എണ്ണയുടെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ അതിവേഗ ബോട്ടുകളും കടൽ മൈനുകളും ഉപയോഗിച്ച് ഭീഷണി സൃഷ്ടിക്കാനും ഇറാൻ നാവികസേനക്ക് കഴിയും. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ചെങ്കടലിൽ ഹൂത്തികൾ ഉപയോഗിച്ച് ഇസ്രയേൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ. കുറഞ്ഞ ചിലവിലുള്ള ഡ്രോൺ യുദ്ധതന്ത്രം ഇറാന്റെ മറ്റൊരു കാര്യമാണ്. ഷാഹിദ് പോലെയുള്ള വളരെ കുറഞ്ഞ ചിലവുള്ള എന്നാൽ കൃത്യതയുള്ള ഡ്രോണുകൾ വലിയ തോതിൽ നിർമ്മിക്കുകയും അത് റഷ്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് നൽകുകയും ചെയ്യുന്നതോടെ സൈനികമായ വലിയൊരു ബലം ഈ ഒരു ചേരിക്ക് കൈവരും എന്നതാണ്. കോടിക്കണക്കിന് ഡോളർ വില വരുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷങ്ങൾ മാത്രം വില വരുന്ന ഈ ഡ്രോണുകൾക്ക് കഴിയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗം അത് അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉൾക്കൊള്ളുന്ന പാശ്ചാത്യ ചേരിയാണ്. ലോക പോലീസ് എന്ന പദവി ഈ സമയം അമേരിക്കക്ക് താങ്ങാനാവാത്ത ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ യുദ്ധങ്ങൾ, ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ കടബാധ്യത, ആഭ്യന്തര രാഷ്ട്രീയത്തിലെ കടുത്ത ഭിന്നതകൾ എന്നിവ അമേരിക്കയെ തളർത്തുകയാണ്. അവരുടെ സഖ്യകക്ഷികളായ ഇസ്രായേലിനും മറ്റു രാജ്യങ്ങൾക്കും നൽകേണ്ടി വരുന്ന അമിതമായ സൈനിക സാമ്പത്തിക പിന്തുണ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുകയാണ്. ഇവർക്ക് പഴയതുപോലെ സ്വന്തം താല്പര്യങ്ങൾ ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോകക്രമത്തിൽ ഏറ്റവും വലിയ ആശയക്കുഴപ്പവും പ്രതിസന്ധിയും നേരിടുന്നത് യൂറോപ്പിനാണ്. ചരിത്രപരമായി അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളാണെങ്കിലും ഇന്നത്തെ സാഹചര്യം അവരെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്. റഷ്യൻ ഊർജം നഷ്ടപ്പെട്ടതും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ മൂലമുണ്ടാക്കുന്ന അഭയാർത്ഥി പ്രതിസന്ധികളും യൂറോപ്പിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനുമായി അമേരിക്കയെ മാത്രം അന്ധമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുമായി സ്വന്തം നിലയിൽ വ്യാപാര ബന്ധം നിലനിർത്താനും അമേരിക്കൻ നയങ്ങളിൽ നിന്ന് അല്പം അകലം പാലിക്കാനും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം മാത്രം ലോകത്തെ നിയന്ത്രിക്കുന്ന കാലം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നവർ തിരിച്ചറിയുന്നു. ഇറാനും റഷ്യയും ചൈനയും ചേർന്ന് പുതിയൊരു അധികാര സമവാക്യം രചിക്കുമ്പോൾ തങ്ങളുടെ നഷ്ടപ്പെടുന്ന പ്രതാപം തിരിച്ചു പിടിക്കാൻ അമേരിക്ക പാടുപെടുന്നത് നമ്മൾ കാണുകയാണ്. ഈ സങ്കീർണമായ രാഷ്ട്രീയ ചതുരംഗത്തിൽ ലോകം ഭയത്തോടെയും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് ഉറ്റുനോക്കുന്നത്. ഈ മാറ്റങ്ങൾ ഒരു പുതിയ ലോകയുദ്ധത്തിലേക്കാണോ അതോ കൂടുതൽ സന്തുലിതമായ ഒരു ലോക സംവിധാനത്തിലേക്കാണോ നയിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം.